തോറ്റോടുന്ന ട്രംപ്. ഇങ്ങനെ ഒരു തലക്കെട്ട് 20 ദിവസം മുമ്പ് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു? അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക സൈനിക ശക്തിയുള്ള രാജ്യം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തോട് പോരാടിയപ്പോൾ, അമേരിക്കയും ഇസ്രയേലും പോരാടുമ്പോൾ തോറ്റോടുന്ന ട്രംപ് എന്നൊരു തലക്കെട്ട് ആർക്കും പ്രതീക്ഷിക്കാനാവില്ല. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ അവസരങ്ങൾ വെച്ച് മറ്റൊരു വിയറ്റ്നാമും അഫ്ഗാനിസ്ഥാനുമായി അമേരിക്കയുടെ സ്പെക്ടാക്കുലർ ഫെയിലിയർ, അതായത് അമേരിക്കയുടെ പരാജയം ചിത്രത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഉണ്ണിസാറിന്റെ വീഡിയോയിലുള്ളത്. ഏകദേശം ഒരു ദിവസം $1 ബില്യൺ എന്ന് പറഞ്ഞാൽ 9,000-10,000 കോടി രൂപ വെച്ച് കഴിഞ്ഞ 20-25 ദിവസം കൊണ്ട് 2 ലക്ഷം കോടിയിലധികം രൂപ അമേരിക്കയ്ക്ക് ചെലവാക്കിയ ബുദ്ധിസ്ഥിരതയില്ലാത്ത പ്രസിഡന്റാണ് യഥാർത്ഥത്തിൽ ഇത്. അമേരിക്കൻ ജനതയാണ് ഇത്തരത്തിലുള്ള വാർ മോങ്കേഴ്സിനെ ഇല്ലാതാക്കേണ്ടത്. താൻ യുദ്ധങ്ങൾ നിർത്തുമെന്ന് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റായ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിന്റെ തന്നെ ബേസായ മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്കയിലെ വലതുപക്ഷക്കാരുടെ വലിയൊരു കൂട്ടായ്മയാണ്. ആ അമേരിക്കയിലെ വലതുപക്ഷക്കാരുടെ ക്രിസ്ത്യൻ, ഇവാഞ്ചലിക്കൽ, പ്രൊട്ടസ്റ്റന്റ് അടങ്ങിയ അമേരിക്കയിലെ വെള്ളക്കാരുടെ അടിസ്ഥാനത്തിലാണ് ട്രംപ് കയറിയത്. അവർക്ക് യുദ്ധങ്ങളോട് വെറുപ്പാണ്. അവരടക്കം തെള്ളിപ്പറഞ്ഞ് അവസാനം പരാജയത്തിന്റെ മുഖത്തിലേക്ക് നോക്കി ഒരു മടിയുമില്ലാതെ തെള്ളാനും കള്ളം പറയാനും മടിയില്ലാത്തൊരു പ്രസിഡന്റ് ആയതുകൊണ്ട് ഇറാന്റെ പരമാധികാരിയാകാൻ പറ്റുമോ എന്ന് അവർ എന്നോട് ചോദിച്ചു വരെ കള്ളം പറയുന്ന വ്യക്തിയാണ്. അതായത് അയത്തുള്ള ട്രംപ് എന്ന രീതിയിലേക്ക് പുള്ളി മാറുമെന്നൊക്കെ കള്ളം പറയുന്ന. എന്തായാലും ഉണ്ണിസാറിന്റെ അനാലിസിസ് ഒന്ന് കേൾക്കാം. പരാജയം എന്തായാലും ട്രംപിനെ സ്റ്റെയർ ചെയ്യുന്നു എന്ന കാര്യത്തിലാണ് ഇപ്പോ ലോക മാധ്യമങ്ങൾ, അമേരിക്കൻ മാധ്യമങ്ങൾ അടക്കം എത്തി നിൽക്കുന്നത്. വീട്ടിലെ അടുക്കളയിലെ അടുപ്പിന്റെ ചൂട് അണയ്ക്കാൻ പാകത്തിലൊരു യുദ്ധം ഇപ്പോൾ ലോകത്ത് നടന്നു, നമ്മളെ പോലും ബാധിക്കുക. യുദ്ധം അവസാനിക്കാൻ പോവുകയാണ്. കേട്ടു, ഇറാനും ഇസ്രയേലും തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ യുദ്ധം നടക്കുന്നത് ഇറാനും അമേരിക്കയ്ക്കും തമ്മിലാണ്. ഒരു ഒളിച്ചുകളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ. യഥാർത്ഥത്തിൽ സഖ്യകക്ഷിയായ അമേരിക്കയെ മുന്നിലേക്ക് തള്ളിയിട്ട് ഈ കളി കണ്ട് രസിക്കുകയാണ് ഇസ്രായേൽ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തുമാകട്ടെ, ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്. ഇന്ന് അദ്ദേഹം വൈറ്റ് ഹൗസിന് മുമ്പിൽ വെച്ച് ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. വലിയ ക്ലെയിമാണ് കേട്ടോ ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. ഇറാന്റെ നാവികസേനയെ തകർത്തു കഴിഞ്ഞിരിക്കുന്നു, വ്യോമസേനയെ തകർത്തു കഴിഞ്ഞിരിക്കുന്നു, അവിടുത്തെ എല്ലാ ആശയവിനിമയ സംവിധാനങ്ങളെയും തകർത്തു കഴിഞ്ഞിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ഇറാനിലെ രാഷ്ട്ര നേതാക്കൾക്ക് പരസ്പരം സംസാരിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് എന്ന് മാത്രവുമല്ല, ടെഹ്റാനിലെ ആകാശത്തിലൂടെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇങ്ങനെ സ്വതന്ത്രമായി പറന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിൽ ഒരു മിസൈൽ പോലും അവശേഷിക്കുന്നില്ല. പക്ഷേ തൽക്കാലത്തേക്ക് ഞങ്ങൾ യുദ്ധം നിർത്തിയിരിക്കുകയാണ് എന്നാണ് പക്ഷേ നമ്മൾ ജയിച്ചു, പക്ഷെ നമ്മൾ പിൻവാങ്ങുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 5 ദിവസത്തേക്കാണ് കേട്ടോ യുദ്ധം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്താണ് കാരണം നോക്കൂ, ഒരു നെഗോഷിയേഷൻ ആരംഭിക്കാൻ പോവുകയാണ്, ഒരു സമവായ ചർച്ച ആരംഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് തൽക്കാലം ഞങ്ങൾ ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കുന്നത്. വേണമെങ്കിൽ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രിസിറ്റി ജനറേഷൻ പ്ലാന്റ് ടെഹ്റാനിലാണ്, അത് ഞങ്ങൾക്ക് തകർക്കാമായിരുന്നു. പക്ഷെ ഞങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല. സമവായ ചർച്ച നടക്കട്ടെ, അതിനുശേഷമാകാം യുദ്ധം വേണോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കുക. ഇത് പറഞ്ഞത് അമേരിക്കയാണ്. ഓർക്കുക, അമേരിക്കയാണ് ആ സമവായത്തിന്റെ ആസ്പെക്റ്റുമായി മുമ്പോട്ട് വരുന്നത്, ടെഹ്റാൻ അല്ല എന്നും കൂടി നമ്മൾ ഓർക്കുക. അതാണ് അതിന്റെ ഏറ്റവും വലിയ കൗതുകം. അമേരിക്കയാണ് ആ ഭാഗമായിട്ട് വരുന്നത്. അമേരിക്കയാണ് ആ സമവായത്തിനെ പറ്റി ഇപ്പം താല്പര്യം എടുക്കുന്നത്, ഇറാൻ അല്ല എന്നുള്ളതാണ് കൗതുകമുള്ളൊരു കാര്യം. കേട്ടോ, ഒമാന്റെ മധ്യസ്ഥതയിൽ ഒരു സമവായ ചർച്ച നടക്കുന്നതിനിടെയാണ് ഇറാന്റെ പരമോന്നത നേതാവായ ഖമനിയെ അമേരിക്ക കൊന്നു കളഞ്ഞത്. ആ ട്രംപാണ് ഇപ്പോൾ. ഓർക്കുക, ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കാണ് കൊന്നത്. എത്രമാത്രം ക്രൂരവും എത്രമാത്രം എന്താ പറയണ ആ ചർച്ചയുടെ സ്പിരിറ്റിനും മറ്റും എതിരാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ 4മതൊരു കഥാപാത്രം കടന്നു വന്നിട്ടുണ്ട്. ഇറാനല്ല, ഇസ്രയേൽ അല്ല, അമേരിക്കയല്ല, പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ ജനറലായ അസീം മുനീർ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ ഈ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാം എന്നാണ്. അങ്ങനെ ഒരു സമാധാനം കൊണ്ടുവരാൻ പാകിസ്ഥാൻ ഒരു മുൻകൈ എടുക്കുമെന്നാണ് ജനറൽ മുനീർ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഇന്ത്യ ആയിരുന്നു ആ കാര്യത്തിൽ കുറച്ചുകൂടി ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. നമ്മളെന്ന രാജ്യത്തിന്, ഇന്ത്യ മഹാരാജ്യത്തിന് ആ ഇനീഷ്യേറ്റീവ് പറ്റും. കാര്യം നമുക്ക് ഇറാനോടും നല്ല ബന്ധമാണ്, ഇസ്രായേലിനോടും നല്ല ബന്ധമാണ്, അമേരിക്കയോടും നല്ല ബന്ധമാണ്, റഷ്യയോടും നല്ല ബന്ധമാണ്, ചൈനയോടും ബന്ധം മെച്ചമായി വരുന്നു. അതുകൊണ്ട് ഇന്ത്യ ആയിരുന്നു ആ സ്പേസ് എടുക്കേണ്ടത്. നമ്മൾ പലരെയും വിളിച്ചു, ബ്രിക്സ് നേഷൻസിനോട് സംസാരിച്ചു എന്നൊക്കെ പറയെങ്കിലും ആക്റ്റീവായി ഇന്ത്യ ഒരു മീഡിയേറ്ററുടെ റോൾ പ്ലേ ചെയ്യണമായിരുന്നു. ട്രംപും അതുപോലെ അസീം മുനീറുമായി ടെലിഫോണിൽ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. അവരൊക്കെ ചങ്ങായിമാരാണ്, അവർക്ക് അവരുടേതായ ബിസിനസ് താല്പര്യങ്ങളുണ്ട്. എന്തായാലും ട്രംപ് ഇപ്പോൾ അസീം മുനീറിനെയും പാകിസ്ഥാനെയും ഇടനിലക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കും എന്നാണ് അമേരിക്ക കരുതുന്നത്. പക്ഷെ ഇതുവരെ ഇറാൻ സമ്മതം മൂടിയിട്ടില്ല. അമേരിക്ക പിൻവാങ്ങാനുള്ള അതിന്റെ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ അമേരിക്കയെ
ഇറാൻ സമ്മതം മൂളിയിട്ടില്ല, അമേരിക്ക പിൻവാങ്ങാൻ ശ്രമിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, 20 ദിവസം മുമ്പ് ആരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിരുന്നു? സത്യം പറയാലോ, ഞാൻ അടക്കമുള്ളത് വിചാരിച്ചിരുന്നത് ഇറാനോട് കാണിക്കുന്ന അനീതിയാണ്. പക്ഷെ ഇറാനെ തകർത്ത് തരിപ്പണമാക്കി അമേരിക്കയുടെ ഏതെങ്കിലും ഒരു പപ്പറ്റ് റെജീമിനെ ഇവിടെ കൊണ്ടുവന്ന് പഴയ ഷായൊക്കെ കൊണ്ടുവന്ന് അവരോധിക്കുമെന്നായിരുന്നു. നമ്മുടെ നാട്ടിലെ ഈ തീവ്ര ക്രിസംഗികളും തീവ്ര ഹിന്ദുത്വവാദികളും ഒക്കെ അങ്ങനെയാണ് വിചാരിച്ചത്. ട്രംപിന് ജയ് പാടുന്ന ആൾക്കാർ വിചാരിച്ചിരുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇറാന്റെ പോരാട്ട വീര്യത്തിൽ, അവരുടെ പ്രതിരോധത്തിൽ അമേരിക്ക എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തി പതറി എന്നുള്ളതാണ് അതിന്റെ പച്ച പരമാർത്ഥം. യുദ്ധം വലിയ സാമ്പത്തിക ബാധ്യതയാണ് അമേരിക്കയുടെ മുട്ടിലെഴഞ്ഞ് ട്രംപ് വെച്ചിരിക്കുന്നത്. ഒരു ദിവസം അമേരിക്ക ഈ യുദ്ധത്തിനായി ചെലവിടുന്നത് $1 ബില്യൺ കേട്ടോ. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി എന്നാണ് അർത്ഥം. ഒരു അമേരിക്കൻ ഡോളർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ച് 93 ഇന്ത്യൻ രൂപയാണ്. അതായത് 100 കോടി അമേരിക്കൻ ഡോളർ എന്ന് പറയുമ്പോൾ ഒരു ദിവസം 9000 കോടി രൂപയാണ് അമേരിക്ക ഈ യുദ്ധത്തിന് ചെലവിടുന്നത്. ഇന്നേക്ക് 26 ദിവസമായി യുദ്ധം ആരംഭിച്ചിട്ട് 26 ലക്ഷം കോടി. 26 ദിവസത്തെ ചെലവ് കൂട്ടിയാൽ ഏതാണ്ട് 2.5 ലക്ഷം കോടി രൂപ ഇതിനു. ഒന്ന് ആലോചിച്ച് നോക്കുക, 26 ലക്ഷം കോടി രൂപ. ലോകത്ത് എന്തൊക്കെ നന്മയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കായിരുന്നു. ഈ 26 ലക്ഷം കോടി രൂപ കൊണ്ട് എത്ര മനുഷ്യരുടെ വീടുകൾ ഉണ്ടാക്കാമായിരുന്നു, ആഹാരമടക്കമുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുമായിരുന്നു, ആശുപത്രി ഫെസിലിറ്റികൾ അറേഞ്ച് ചെയ്യുമായിരുന്നു, പിള്ളേർക്ക് പഠിക്കാനുള്ള കാര്യം അറേഞ്ച് ചെയ്യായിരുന്നു, അമേരിക്കയിൽ തന്നെയുള്ള എത്രയോ പാവപ്പെട്ടവരെ സഹായിക്കായിരുന്നു. പക്ഷേ ഈ യുദ്ധക്കൊതിയന്മാർ ലോകത്തുണ്ടാക്കുന്ന ഏറ്റവും വലിയ നാശമാണ് 26 ലക്ഷം കോടി രൂപ. അതായത് 1 കോടി എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആണെന്ന് പറയുന്ന പോലെ 26 ലക്ഷം കോടി രൂപയാണ് അവർക്ക് അത് നഷ്ടം. അമേരിക്ക ചെലവിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതൊരു ചെറിയ ബാധ്യതയല്ല, അതൊരു ചെറിയ പ്രതിസന്ധിയല്ല എന്ന് മാത്രവുമല്ല, അമേരിക്കൻ ജനതയ്ക്കുമേൽ അതുണ്ടാക്കി വെക്കാൻ പോകുന്ന വലിയ ബാധ്യതകളെ കുറിച്ച് അമേരിക്കയിൽ ആഭ്യന്തരമായി വലിയ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, പ്രതിസന്ധി എന്ന് പറയുന്നത് മറ്റൊരു പ്രതിസന്ധി കൂടി അതിശക്തമായി അമേരിക്കയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഭരണപരമായ പ്രതിസന്ധിയാണ്, അഡ്മിനിസ്ട്രേഷനുള്ളിൽ സംഭവിക്കുന്ന പ്രതിസന്ധിയാണ്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആണല്ലോ JD വാൻസ്. അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? നോ വൺ ലൈക്സ് വാർ എന്നാണ്. യുദ്ധത്തിനോട് JD വാൻസ് അടക്കമുള്ള അമേരിക്കയിലെ വിവരവും ബോധവുമുള്ള ആൾക്കാരെല്ലാം, മാഗ ബേസ് അടക്കം, ടക്കർ കാൾസൺ അടക്കം എല്ലാവരും ഈ യുദ്ധത്തെ തള്ളി പറയുകയാണ്. ഇസ്രായേലിലെ ചില വാർ ഹംഗ്രിയെ ആൾക്കാരെ പ്രീതിപ്പെടുത്താനായി ഈ പീറ്റർ ഹെക്സത്ത് അല്ലെങ്കിൽ മാർക്കോ റൂബിയോ, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ആൾക്കാരാണ് ഇതിന്റെ പിന്നിൽ. യുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ല എന്നാണ് വാൻസ് വൈസ് പ്രസിഡന്റ് ആണ്. ആ രാജ്യം യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതിൽ വാൻസിനൊരു സല്യൂട്ട്. അതിൽ വാൻസിനൊരു സല്യൂട്ട്. വാൻസിന്റെ ഭാര്യ ഇന്ത്യക്കാരിയും ഹിന്ദുവും ഒക്കെയാണ്. അദ്ദേഹം യഥാർത്ഥത്തിലെ പിന്നെയും ഭേദമാണ്. പണ്ട് ട്രംപിനെ ശക്തമായി തള്ളി പറഞ്ഞിരുന്ന ഒരാളാണ്. പക്ഷെ ഈ ട്രംപ് അവിടുത്തെ ഈ എന്താ പറയുക എക്സ്ട്രീം ബേസിനെ കൺസോൾഡേറ്റ് ചെയ്താണ് പ്രസിഡന്റ് ആയത്. വാൻസിനെ പോലുള്ള ഒരു വരട്ടെ ഏത് പാർട്ടിയാണെങ്കിലും, അവിടുത്തെ ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസ് ആണ്, അവിടുത്തെ റിപ്പബ്ലിക്കൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ BJP ആണ്, സെന്റർ റൈറ്റ് നിൽക്കുന്നതാണ് അവിടുത്തെ റിപ്പബ്ലിക്കനും ഇവിടുത്തെ BJPയും, സെന്റർ ലെഫ്റ്റ് നിൽക്കുന്നതാണ് കോൺഗ്രസും ഡെമോക്രാറ്റിക് പാർട്ടി. ആര് വന്നാലും യുദ്ധം വേണം. അദ്ദേഹത്തിന്റെ നിലപാട് കടുപ്പിക്കുകയാണ് എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അമേരിക്കയുടെ പ്രതിരോധ മന്ത്രിയാണല്ലോ പീറ്റ് ഹെസേത്ത്, അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രിയാണല്ലോ മാർക്കോ റൂബിയോ. രണ്ടുപേരും ട്രംപിന് വേണ്ടി ശക്തമായി വാദിച്ചുകൊണ്ടിരുന്നവരാണല്ലോ. ആ രണ്ടുപേരും ഇപ്പോൾ നിശബ്ദത പാലിക്കുകയാണ്. ആ അർത്ഥത്തിൽ പ്രസിഡന്റ് ഈസ് ഇൻ ഐസൊലേഷൻ എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ് ട്രംപ് ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആ രീതിയിലൊക്കെയാണ് പ്രതിസന്ധികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രവുമല്ല, അമേരിക്കയിൽ ഉടൻ തന്നെ ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നവംബറിലാണ് ഇടക്കാല തിരഞ്ഞെടുപ്പ് നടക്കുക. ആ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി ഇതിന് കിട്ടണം. നിങ്ങൾ ആലോചിക്കുക, ഒന്ന് ഇറാനോട് ചെയ്ത അനീതി, ഒന്ന് പക്ഷേ അമേരിക്ക എന്ന രാജ്യത്തിന്റെ കാശും റിസോഴ്സും എന്തിനാണ് ഇങ്ങനെ കളയുന്നത്? 100 കണക്കിന് 1000 ആൾക്കാരെ ഇറാനിൽ കൊന്നു, ഡസൻ കണക്കിന് ആൾക്കാർ അമേരിക്കയിലും മരിക്കുന്നില്ലേ? അമേരിക്കൻ പട്ടാളക്കാർ എന്തിനാണ് അവരുടെ ജീവൻ കളയുന്നത്? അമേരിക്കയുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന്റെ കാലാവധി 4 വർഷത്തേക്കാണ്. പക്ഷേ 2 വർഷം പ്രസിഡന്റ് പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കും. അമേരിക്കൻ ജനാധിപത്യത്തിന്റെ ശക്തിയായി തന്നെ നമ്മളത് കരുതണം. ഹിത പരിശോധനയാണ്. അധികാരത്തിലിരിക്കുന്ന ഒരു ഭരണകൂടത്തെ സംബന്ധിച്ച ജനങ്ങളുടെ അഭിപ്രായം ഇടക്കാലത്ത് ആരായുന്ന ഒരു പരിപാടിയാണത്. ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ യുദ്ധം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിച്ഛായയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എപ്പോഴും കിട്ടിയിരിക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് മാഗ സപ്പോർട്ട് എന്നാണ്. എന്നുള്ളതായിരുന്നു ട്രംപിന്റെ മുദ്രാവാക്യം. പക്ഷേ ആ പിന്തുണ ഇപ്പോൾ അവിടുത്തെ BJP ലൈനുള്ള, അവിടുത്തെ എന്താ പറയുക സെന്റർ റൈറ്റ് ലൈനാണ് ഈ മാഗ. ആഭ്യന്തരമായി ലഭിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയാണ്. മാത്രവുമല്ല, ഈ ഇടക്കാല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണ്. ആ അർത്ഥത്തിൽ ട്രംപ് ആഭ്യന്തരമായ ഒരു വെല്ലുവിളിയും നേരിട്ടു.
ഈ ആഭ്യന്തരമായ വെല്ലുവിളി ട്രംപ് അടക്കമുള്ളവർ നേരിടണം. ലോകത്തിലെ എല്ലാ ജനങ്ങളും യുദ്ധത്തിനെതിരെ സംസാരിക്കണം. അങ്ങനെ ഒരു സമ്മർദ്ദത്തിൽ മാത്രമേ അത് തടയാൻ കഴിയൂ. ഇനിയും ഒരു രാജ്യത്തെയും അങ്ങനെ ആക്രമിക്കാതിരിക്കട്ടെ. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കും.